ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവിടെയാണോ ഐശ്വര്യം സമാധാനവും പ്രതീക്ഷിക്കേണ്ടത്? മോളെ, മുതിർന്നവരെ പ്രകാശം മാനിക്കുന്നില്ലാതെ നീ പറയരുത്. സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലാതെ മറ്റുള്ളവരുടെ അടിമപ്പണി ചെയ്തിരുന്ന എന്നെ അവൻ ക്ഷണിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലേ? മാധവൻ നായരല്ലേ? അതെ. ഇവിടെ എന്താ? എനിക്ക് ജീവിക്കാൻ വേറെ ജോലിയൊന്നുമില്ല. ജീവിക്കാനുള്ള എല്ലാ വഴിയും അടഞ്ഞപ്പോ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. മാധവേട്ടൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളെ അല്ല എന്ന് നമുക്ക് തങ്ങളി പറയാം. പക്ഷേ അനുഭവിക്കേണ്ടതായ തലവര അനുഭവിച്ചു തീർക്കണ്ടേ? ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങളും കെട്ടിയിട്ടുള്ളവനാ ഞാൻ. ആദ്യം മെക്കാനിക്കായിരുന്നു, അതിനുശേഷം ഓട്ടോ ഓടിച്ചു, പിന്നെ ഒരു സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റിയായി, ഒപ്പം ചുമടും എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ദേ സെക്യൂരിറ്റി, അതും പ്രതിഫലം പോലും വാങ്ങാതെ ഒരു ചാൺ വയറിന് വേണ്ടിയിട്ട്. ഇനി തോട്ടിപ്പണിയാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ അതും ഒരു വിഷമവും കൂടാതെ മാധവൻ ചെയ്തിരിക്കും. മാധവട്ടാ, മാധവട്ടാ ഒന്നിക്ക്. ഞാനൊരു കേറ്ററിംഗ് യൂണിറ്റ് നടത്തുന്നുണ്ട്. നല്ല വരുമാനമുള്ള ഏർപ്പാടാ. വിരോധമില്ലെങ്കിൽ മാധവേട്ടനെ എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാം. ഇപ്പൊ ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ക്ഷേത്രത്തിലെ ജോലി വിട്ടിട്ട് പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാവും. ഇവിടെ ചെയ്യുന്ന ഈ ജോലി പ്രതിഫലം ഇല്ലാത്തല്ലേ? അതില്ലെങ്കിൽ നിങ്ങൾക്കും ഭാര്യയ്ക്കും ജീവിക്കാനുള്ള പണം കിട്ടില്ലല്ലോ. നല്ല വരുമാനം കിട്ടുന്നൊരു ജോലിയാ ഞാൻ പറഞ്ഞത്. ഇത് നല്ലൊരു കാര്യമല്ലേ മാധവേട്ട? അത്യാവശ്യം സോപ്പ് വാങ്ങാനുള്ള പണമെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണ്ടേ? ഇവിടെന്തോ ചൂടുപിടിച്ച ചർച്ചയിലാണല്ലോ. തിരുമേനി, ഈ മാധവേട്ടൻ എന്റെ പഴയ ഒരു പരിചയക്കാരനാ. എന്റെ കേറ്ററിംഗ് കമ്പനിയിലെ ഇദ്ദേഹത്തിന്റെ ജോലി കൊടുക്കാൻ എനിക്ക് സമ്മതമാ. അതിനെന്താ, അതൊരു നല്ല കാര്യമല്ലേ? മാധവൻ നായരെ, ഇദ്ദേഹം നേരും നെറിയുള്ള ഒരു ബിസിനസ്സുകാരനാ. ഇയാളുടെ കമ്പനിയിൽ നിങ്ങൾ ജോലി നോക്കുന്നത് കൊണ്ട് ഗുണമേ ഉണ്ടാകൂ. തിരുമേനി, അപ്പൊ ഈ ക്ഷേത്രത്തിലെ ജോലി? കാറ്ററിംഗ് ജോലി ഉള്ളപ്പോ അത് പോയി ചെയ്തു കൊടുക്ക. ഫ്രീ ആകുന്ന സമയത്ത് ക്ഷേത്രത്തിലെ പണി ചെയ്താൽ മതി. ശരി, കാറ്ററിംഗ് പണിക്ക് ഞങ്ങൾക്ക് സമ്മതമാ. എങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. എന്നാ തിരുമേനി, ഞാനങ്ങോട്ട്. ദേവിയുടെ തിരുനടയിൽ വെച്ച് കിട്ടിയ ജോലിയല്ലേടോ. അഭിവൃദ്ധിയെ ഉണ്ടാവൂ. ധൈര്യമായിട്ട് പോയിക്കോളൂ. വണ്ടിയിൽ നമ്മൾ പാലുകാച്ചൽ നടത്തിയപ്പോ തന്നെ നമ്മുടെ മാനത്തെ കൊട്ടാരം നല്ല വഴി കാണിച്ചു തുടങ്ങി. വന്ദനെ, ഇനി അച്ചമ്മയ്ക്ക് ഞാൻ കഞ്ഞി കൊടുക്കാം. എടുത്തി, ഇപ്പൊ ഇതൊന്നും ചെയ്യാനുള്ള സാവകാശം എടുത്തിക്കില്ലല്ലോ. എടുത്തി പൊയ്ക്കോ, അച്ചമ്മയ്ക്ക് ഞാൻ കഞ്ഞി കൊടുത്തോളാം. വേണ്ട വന്ദനെ, മാറ്. ഇന്ന് എന്റെ കൈകൊണ്ട് തന്നെ മതിവരുവോൾ അച്ചമ്മയ്ക്ക് അന്നം കൊടുക്കണം. ഇന്നുകൂടിയല്ലേ എനിക്ക് അച്ചമ്മയെ നോക്കാൻ പറ്റും. ഞാൻ ഇവിടുന്ന് പുതിയ വീട്ടിലേക്ക് പോവല്ലേ. നാളെ മുതൽ ഞാൻ ഇവിടെ വരുന്നത് അച്ഛമ്മ ഇതുപോലെ നോക്കാൻ സ്വാതന്ത്ര്യമുള്ള സുചിത്രയായിട്ടല്ല.
വീട്ടിലെ അംഗമായ വെറും വിരുന്നുകാരി സുചിത്രയായിട്ടാ. ചേട്ടത്തിക്ക് തൃപ്തിയാവോളം കഞ്ഞി കൊടുക്കാനാ അച്ഛമ്മ പറയുന്നത്. എന്താ സുചിത്രേച്ചി ഇത്? ജീവിതത്തിലെ ഏറ്റവും ആനന്ദിക്കേണ്ട സമയമല്ലേ? ഒരു കൂട്ടുകുടുംബ ജീവിതത്തിലെ ശ്വാസമുട്ടലെല്ലാം ഒഴിവായി സ്വന്തം വീട്ടിലെ സ്വകാര്യതയിലേക്ക് യാത്രയാക്കാൻ പോകുന്ന സമയം. വിഷമിക്കാതെ സന്തോഷിക്കണം. വേണ്ട, എനിക്ക് പുതിയ വീട്ടിലെ ജീവിതം വേണ്ട. ഈ കൂട്ടുകുടുംബത്തിലെ ശ്വാസം മുട്ടല് മതി എനിക്ക്. ഇവിടുത്തെ അടുക്കള മതി എനിക്ക്. ഇവിടുത്തെ അമ്മ വെച്ചുണ്ടാക്കുന്ന അന്നം മതി എനിക്ക്. ഇവിടുത്തെ പിണക്കങ്ങളും കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിറഞ്ഞ ജീവിതം മതി. എല്ലാം ശാന്തമായി ഒരു മനസ്സോടെ കൈകോർത്തൊന്നിക്കുന്ന ആ സന്തോഷം മതി എനിക്ക്. ഈ വീടാണ് എന്റെ അഭയസ്ഥാനം, എന്റെ സ്വർഗം. ആരും എന്നെ ഇവിടുന്ന് നിർബന്ധിച്ച് പറഞ്ഞയക്കരുത്. എന്താ എന്താ ഇവിടെ സംഭവിച്ചത്? എന്തിനാ മോളെ നീ കരയുന്നേ? വന്ദനെ മോളെ, ഇവക്ക് എന്താ സംഭവിച്ചേ? ഏട്ടത്തിക്ക് ഈ വീട് വിട്ടു പോവാൻ തീരെ താല്പര്യമില്ലെന്ന്. ഈ വീടിനോടുള്ള ആത്മബന്ധം അത്ര പെട്ടെന്നൊന്നും പറിച്ചറിയാൻ കഴിയില്ലമ്മേ. എന്ന് വെച്ച് മുൻകൂട്ടി നിശ്ചയിച്ച പാല് കാച്ച് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? കഴിയണം. ഇവിടുത്തെ അച്ഛനമ്മമാര് പങ്കെടുക്കാത്ത ചടങ്ങ്, അച്ഛമ്മയെ പോലും ക്ഷണിക്കാത്ത ചടങ്ങ്, തലമുതിർന്നവരെ തീരെ ബഹുമാനിക്കാത്തയാളാ എന്റെ ഭർത്താവ്. അവരുടെ ശാപമേറ്റ് നരകതുല്യമായി കഴിഞ്ഞ ആ വീട്ടിലാണോ ഞാനിനി പൊറുതി തുടങ്ങേണ്ടത്? അവിടെയാണോ ഐശ്വര്യം സമാധാനവും പ്രതീക്ഷിക്കേണ്ടത്? മോളെ, മുതിർന്നവരെ പ്രകാശം മാനിക്കുന്നില്ലാതെ നീ പറയരുത്. സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലാതെ മറ്റുള്ളവരുടെ അടിമപ്പണി ചെയ്തിരുന്ന എന്നെ അവൻ ക്ഷണിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലേ? ഒരമ്മയുടെ സ്നേഹവും സ്ഥാനവും അംഗീകാരവും തന്ന് അവൻ എന്നെ പുതിയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ. മുതിർന്നവരോട് ബഹുമാനമില്ലാഞ്ഞിട്ടാണോ? പിന്നെ മുത്തശ്ശിയെ പാലുകാച്ചിന് ക്ഷണിക്കാത്ത പ്രശ്നം. ചടങ്ങിനെത്തിയാൽ മുത്തശ്ശി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. തിരക്കിനിടയിൽ ആർക്കും മുത്തശ്ശി ശ്രദ്ധിക്കാൻ സമയമുണ്ടാവില്ല. അതുകൊണ്ട് മുത്തശ്ശിയെ ഇവിടെ സ്വസ്ഥമായി കഴിയാൻ വിടുന്നതാണ് ഭേദം, അല്ലേ വന്ദനെ? അമ്മയുടെ അഭിപ്രായം തന്നെ എനിക്കും. പക്ഷേ അച്ഛമ്മയുടെ അഭിപ്രായം കൂടി അറിയണ്ടേ? മാനത്തെ കൊട്ടാ